വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളഞ്ഞ് CPIM. ഏറെ നാളായി CPIM-ന് ഒരു ബാധ്യതയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. നാക്കിന് എല്ലില്ലാത്തത് മൂലം വെള്ളാപ്പള്ളി നടേശൻ എന്തും പറയും എന്ന നിലയിലേക്കെത്തി. പ്രത്യേകിച്ചും മലപ്പുറത്തെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരമായിട്ടുള്ള പ്രസ്താവനകളാണ് തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപും അതിന് ശേഷവുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. കടുത്ത മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റെ നയം. CPIM കേന്ദ്ര കമ്മിറ്റി പരാജയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ നേരിടുന്നതിൽ, അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ, അതിനെ പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന ഘടകത്തിന് വലിയ വീഴ്ച വന്നു. അതാണ് CPIM-ന്റെ തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ രേഖ പറയുന്നത്. ആ കേന്ദ്ര കമ്മിറ്റി രേഖയിൽ പിന്നീട് നമുക്കറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശനുമായി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരേ കാറിൽ വന്നതും, അതേപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതും, PK ശ്യാമള, അതായത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ പാർട്ടിക്ക് തിരിച്ചടിയായത് എന്നും മറ്റുമാണ് ബാക്കിയുള്ള വിമർശനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചർച്ച, കേന്ദ്ര കമ്മിറ്റി അയച്ച ഈ ഒരു കരട് രേഖയുടെ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത മാസം, അതായത് സെപ്റ്റംബറിൽ CPIM-ന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി കൂടുന്നത്. ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വെള്ളാപ്പള്ളിക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. നമുക്കറിയാമല്ലോ, ഇലക്ഷൻ കാലത്ത് പോലും വെള്ളാപ്പള്ളി തീവ്രമായിട്ടുള്ള വിഷം തുപ്പിയിട്ടും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള CPIM-ന്റെ ചിന്ത. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയ വലിയ പരിക്കാണ് CPIM-ന്. അത് കേന്ദ്ര കമ്മിറ്റി പറയുന്ന കാര്യമാണ്, സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയ പരിക്ക് വളരെ വലുതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണല്ലോ പുറത്താക്കേണ്ടത്, അല്ലെങ്കിൽ തള്ളിപ്പറയേണ്ടത്. ഞങ്ങളുടെ താൻ വേണ്ട, ഞങ്ങളുടെ ചുമലിൽ താൻ കയറിയിരിക്കേണ്ട, തന്നെ ഇവിടുന്ന് ഞങ്ങൾ എടുത്ത് കളയുകയാണ്. അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു അവസരം വേണമല്ലോ. അങ്ങനെ അവസരം പാത്ത് ഇരിക്കുകയായിരുന്നു CPIM. ഒടുവിൽ ആ അവസരം വെള്ളാപ്പള്ളി തന്നെ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വർഗീയ നിലപാട് ആവർത്തിച്ചു. മുൻ സ്പീക്കറും CPM നേതാവുമായ AM ഷംസീർ, അദ്ദേഹം കടുത്ത മുസ്ലിം ലീഗുകാരനായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന. അദ്ദേഹം CPM-കാരനല്ല, മറിച്ച് ഷംസീർ ലീഗുകാരനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൂടി ആ പഴുതുപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ പിണറായി വിജയനും MV ഗോവിന്ദനും രംഗത്ത് വന്നു. അങ്ങനെ CPM-നെ നിങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന അർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞു, അസംബന്ധമാണ് വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനെ കുറിച്ച് പറഞ്ഞത് എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPM-ലെ ഒരു നേതാവും കുറുക്കു വഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. പിണറായി വിജയന് തൊട്ടു പിന്നാലെ ഇതാ വരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ പറയുന്നത് ഷംസീർ ആരാണെന്ന് തീരുമാനിക്കാൻ താൻ ആരാണ് എന്ന നിലയിലാണ്. വെള്ളാപ്പള്ളി നടേശനല്ല ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. ഷംസീർ കൃത്യമായി തന്നെ പാർട്ടി നിലപാടനുസരിച്ച്, പാർട്ടിയുടെ പ്രവർത്തന രേഖയനുസരിച്ച്, പാർട്ടിയുടെ പല ഘടകങ്ങളിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. ആ നേതാവിനെ ലീഗുകാരനാക്കുക, ആ നേതാവിനെ ഇടിച്ചു താഴ്ത്തുക, ആ നേതാവിന് വിലയിടുക, ഇതൊക്കെ ചെയ്യാൻ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് MV ഗോവിന്ദന്റെ ചോദ്യം. ഷംസീർ ലീഗുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള, മുൻ സ്പീക്കറായിട്ടുള്ള, കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPM-ന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്കതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും
വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ഈ നിലപാട് മാറ്റമാണോ തെറ്റിദ്ധരിച്ചത്? നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ വിളിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ്. വിക്രമാദിത്യൻ CPM ആണെങ്കിൽ CPM-ന്റെ തോളത്തിരുന്ന വേതാളമാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. CPM-ന് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കിയ പ്രസ്താവനകളാണ്. അദ്ദേഹം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പിണറായി വിജയനെ തള്ളിപ്പറയാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു. പിണറായി വിജയനെതിരായി എപ്പോഴും അദ്ദേഹം മൗനം പാലിക്കുന്നു. ഇനി അഥവാ പിണറായി വിജയനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്നു. അങ്ങനെ വെള്ളാപ്പള്ളി നടേശന്റെ ലൈൻ കൃത്യമാണ്. പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് CPM-നുള്ളിലെ മുസ്ലിം നേതാക്കളെ അടക്കം കടന്നാക്രമിക്കുക എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച ലൈൻ. ആ ലൈൻ ഇനി വിലപ്പോവില്ല. ആ ലൈൻ ഞങ്ങൾക്ക് വേണ്ട. ഇനി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നടേശന്റെ വഴിക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളാം എന്ന് CPM കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഏതാണ്ട് 10-12 വർഷമായി CPM-ന്റെ തോളിലിരുന്ന ഈ വേതാളത്തെ CPM തന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ CPM-ന് പൊതുശല്യമായി മാറിയ, CPM-നെ പലപ്പോഴും ഒളിഞ്ഞും തിളഞ്ഞും കടന്നാക്രമിക്കുന്ന ഈ വേതാളത്തെ, നടേശൻ എന്ന് പറയുന്ന വേതാളത്തെ എന്നേക്കുമായി CPM എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. ഇനി CPM ഓർക്കേണ്ടത്, ഇപ്പോൾ കളഞ്ഞിരിക്കുന്ന ഈ നടേശനെ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ CPM-ൽ വന്നാൽ അത് ആ വെള്ളാപ്പള്ളി നടേശന്റെ വരവ് അതോടുകൂടി CPM വീണ്ടും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും. ഇത് പറയുന്നത് നമ്മളല്ല, ഇത് പറയുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കുന്ന വലിയ തരത്തിലെ പ്രത്യാഘാതങ്ങൾ CPM-ന് തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് CPIM-ന് ഒപ്പം നിൽക്കുമ്പോൾ അത് പാർട്ടി നിലപാടിന് എതിരല്ലേ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് CPM-ന്റെ പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിന് വിരുദ്ധമായിക്കൊണ്ട് CPM-ന് ഒപ്പം നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കടന്നാക്രമിക്കുമ്പോൾ അവിടെ CPM-ന് മൂകസാക്ഷിയായി നിൽക്കുക മാത്രമായിരുന്നു ഏക വഴി. ഇനി ഇപ്പോൾ ആ വഴിയില്ല. ആ വഴി നടേശൻ തന്നെ തുറന്നു കൊടുത്തിരിക്കുന്നു. നടേശൻ ഇട്ട ഒരു ചൂണ്ടയിൽ ഇതാ CPM കൊളുത്തിയിരിക്കുന്നു. ആ ചൂണ്ട ഊരി, ആ കൊളുത്തിൽ നിന്ന് CPM തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി ആ ചൂണ്ടയെ എടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ നടേശനെ, ഇത്തരം ഒരു അവസരവാദിയെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് CPM അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.